നഗരത്തിൽ നിന്ന് ഈ പുതുവർഷാഘോഷങ്ങൾക്കിടയിൽ ഒരു കൊലപാതക വാർത്ത വരുന്നു. തൃശൂർ നഗരത്തിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത്. പാലസ് റോഡിന് സമീപത്ത് വെച്ചാണ് സംഭവം. 30 വയസ്സുള്ള ലിവിനാണ് മരിച്ചത്. കുത്തിയ 14-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എണീറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്ന കേൾക്കുന്ന ന്യൂസ് ഇതുപോലുള്ള ന്യൂസുകളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരൻ കുത്തി കൊലപ്പെടുത്തി ന്യൂ ഇയർ പരിപാടിയുടെ ഇടയിൽ, അതും നമ്മുടെ സ്വന്തം തൃശ്ശൂര്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം നമുക്ക് നല്ല തല്ല് കിട്ടിയിട്ട് വീട്ടിലോട്ട് കരഞ്ഞു വിളിച്ച് ചെല്ലുമ്പോൾ വീട്ടുകാർ പറയും കണക്കായി പോയെന്ന് പറയും. എന്നിട്ട് ടീച്ചറെ കാണുമ്പോൾ പറയാം 2 അടി കൂടുതൽ കൊടുത്തോളം പറയും. ഇപ്പൊ അധ്യാപകരുടെ നിന്ന് വടി പിടിച്ചു വാങ്ങി, അവർക്ക് ഒരു കാര്യങ്ങളും പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളായി ചെയ്ത് കൂട്ടിയ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ റിസൾട്ട് ഇനി കിട്ടിക്കൊണ്ടിരിക്കും. വടി തിരിച്ച് അധ്യാപകർക്ക് കൊടുക്കുക, അവർ തല്ലി പഠിപ്പിക്കട്ടെ. അങ്ങനെയൊക്കെ അല്ലായിരുന്നോ പണ്ടുമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഇങ്ങനെ ചെയ്തതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ഫിലിമിന്റെ മേലിൽ ചാരുന്നവരുണ്ട്, മാർക്കോ ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫിലിം ഒരിക്കലും നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാക്കുമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കണം. ഈ ഫിലിമൊക്കെ ഈ കുട്ടികളെ കാണിക്കാൻ കൊണ്ടുപോരെ തന്നെ പറയണം. ഓൾറെഡി അഡൾട്ട് ഉള്ളി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം എന്തായാലും കണ്ടില്ലേ, ന്യൂസ് കണ്ടില്ലേ, പൊളിച്ചില്ലേ.